പരമസുഖം. പ്രത്യേകത എന്താന്ന് ചോദിച്ചാ ആർക്കും ഒന്നും ആവശ്യമില്ല. വയറ് വിശക്കുമ്പോ 1-2 പിടി ചോറ് വേണം. അത് മിക്കവാറും അമ്പലത്തിലുണ്ടാവും, അല്ലെങ്കിൽ വഴിപാടായിട്ട് ആരെങ്കിലും വിളമ്പുന്നുണ്ടാവും. അല്ലാതെ ആളുകൾ തമ്മിൽ മത്സരമില്ല. ഒരാൾക്ക് മുൻപ് മറ്റൊരാൾക്ക് നടക്കണമൊന്നുമില്ല. വേറൊരു ലോകം. അമ്മേ, അമ്മയ്ക്കും അച്ഛനും നല്ല വിഷമമുണ്ടെന്നറിയാം. ഞാൻ ഇതുവരെ ചെയ്ത പ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോ അതുണ്ടാവുമല്ലോ. പക്ഷെ ഞാനിപ്പോ എന്നെ തിരുത്താൻ ശ്രമിക്കാം. സൂര്യക്കത് നന്നായിട്ടറിയാം. എനിക്കറിയാം മോളെ. നിനക്ക് വന്ന മാറ്റത്തെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ചില കാര്യങ്ങളൊക്കെ തിരിച്ചു വരാൻ കുറെ സമയമെടുക്കും. ഇത്രയും നാള് ചെയ്തു പോയ തെറ്റുകൾക്ക് അമ്മ എന്നോട് പൊറുക്കണം. മോളെ, മോളെ, ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിൽ നടന്ന് പ്രാർത്ഥിക്കുമ്പോ അമ്മ പ്രാർത്ഥിച്ചത് മുഴുവൻ മക്കൾക്ക് വേണ്ടിയാ. കാരണം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ ഞങ്ങൾക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കാനാ? നിങ്ങളല്ലേ കാണാനുള്ളത്. വലിയ വലിയ ആഡംബരങ്ങളൊന്നും വേണ്ട മോളെ. ഇപ്പോ സൂര്യ നിന്നെ സ്നേഹിക്കുമ്പോ, നീ സൂര്യയെ സ്നേഹിക്കുമ്പോ നിനക്കൊരു സന്തോഷം തോന്നുന്നില്ലേ? ഉണ്ടമ്മേ, ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അത്രേ ഉള്ളൂ. 2 പിടി ചോറിൽ വിശപ്പ് തീരും. ഒരു പായ ഉണ്ടെങ്കിൽ ഉറക്കവും തീരും. എന്നിട്ടാ വലിയ വലിയ സൗകര്യങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുന്നതും പരസ്പരം കൊല്ലുന്നതും ഒക്കെ. അമ്മ വല്ലാണ്ടങ്ങ് മാറിപ്പോയി. ഇനി 1-2 വട്ടം കൂടി പോയാ ശരിക്കും ഒരു സന്യാസിനിയാവും. എല്ലാം വേണോടാ. ജീവിതത്തിന്റെ എല്ലാ മുഖങ്ങളും നമ്മൾ കാണണ്ടേ? ചെറിയമ്മയെ കണ്ടില്ലേ? ഉർവശി ഔട്ട് ഹൗസിലുണ്ട്. അവൾക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് തോന്നുന്നു. അയ്യോ, ഞാനിവിടെ മുറിയില് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞതാ. പക്ഷേ ചന്ദ്രശേഖരനും സാറയും കൂടി വന്നപ്പോ അവര് സമ്മതിച്ചില്ല. കരഞ്ഞോണ്ട് അങ്ങോട്ട് പോകുന്ന കണ്ടു. ചന്ദ്രശേഖരനോടും ആ സാറയോടും ഒന്ന് സംസാരിച്ചിട്ട് തനിച്ചവിടെ കിടത്തണ്ട. ഇവിടെ ഏതെങ്കിലും മുറി കിടത്താന്ന് പറയാം. നമുക്ക് നോക്കാലോ. പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം വേണ്ടമ്മേ. ഒരു ചെറിയ പനിയുടെ പേരിൽ മുത്തശ്ശി അവിടെ കൊണ്ടുപോയി ഇട്ടതാ. വെള്ളം പോലും കൊടുക്കാതെ വേദനിപ്പിച്ചു.